കഴിഞ്ഞ ഭാഗം നാശക്കോശായി റെഡിക്കുണ്ട് നോക്കട്ടെ റെഡി ഉണ്ട് കേട്ടാ. നമുക്ക് ചവിട്ടാമോ? ഒരിക്കൽ കൂടി പറഞ്ഞു തരികയാണ്. ഇത് ഹാൻഡിൽ ഇതിൽ പിടിച്ചിട്ട് നീ ഇങ്ങോട്ട് തിരിച്ചാ വണ്ടി ഇങ്ങോട്ട് പോവും. ഇത് ഇതില് ഇരിക്കാം. ഇത് പടല്. ഇത് ചവിട്ടാലാണ് വണ്ടി പോവാണല്ലോ. 3 ചാച്ചാ പോവുള്ളോ. എന്നൊക്കെ ഇരുന്ന നേരെ നോക്കിയിട്ട് വണ്ടി ഓടിക്കേ. ഞാൻ ബാക്കിലൊക്കെ പിടിച്ചിട്ടുണ്ട്. വീഴില്ലടി. ഞാനപ്പോ നീ വീഴ. ആ കാര്യം മനസ്സിനൊക്കെ കളഞ്ഞിട്ട് നേരെ നോക്കി വണ്ടി ഓടിക്കേ. ഈ ഹാൻഡിൽ തിരിക്കാൻ പറ്റും. നോക്ക്, ഇതുമ്മ ചെന്നിടിച്ച മോന്ത ചപ്പിളി വലിഞ്ഞ പോലെയാവും. കൂട്ടുകാരെ, നമ്മളത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരെണ്ണം കൂടി ഉണ്ട് അവിടെ. അവിടേക്കൊന്നും നമ്മൾ പോയില്ല എന്ന് വിശ്വസിക്കുന്നു. അമ്മോ ശരിക്കും ചവിട്ടാടി. ആ പുല്ലിന്റെ അവിടേക്ക് പോ. ആ പുല്ലിന്റെ അടുത്ത് പോ. അപ്പൊ നീ വീണാലും കുഴപ്പമില്ല. പുല്ലിന്റെ അവിടേക്ക് കൂടി. അമ്മു നേരെ നോക്കി വേണം ചവിട്ടാൻ. നമുക്ക് പടലിതാ ഇവിടെ പിടിച്ചാ നിനക്ക് ഇങ്ങോട്ടാ പോവാണെങ്കിൽ ഇങ്ങോട്ട് പടല് തിരിക്കാം. ചവിട്ട് കേറിയിരിക്കുമ്പോ നീ ആ പോസ്റ്റിന്റെ അവിടേക്ക് ലക്ഷ്യാക്കിട്ട് പോ. ആ പോസ്റ്റിന്റെ അവിടേക്ക് പോ. പോസ്റ്റിന്റെ അവിടേക്ക് ലക്ഷ്യാക്കി നീ നോക്കണേ. അപ്പൊ നിങ്ങക്ക് പോവാൻ പറ്റും. അപ്പൊ നീ പോസ്റ്റിന്റെ മുകളിലേക്ക് മാത്രം ഒരു ശ്രദ്ധ ഉണ്ടാവുള്ളൂ. കുറെ നേരമായി ഞങ്ങള് സൈക്കിളൊക്കെ സൈക്കിളിൽ ചവിട്ടുമ്പോൾ പഠിപ്പിക്കണു. എന്നൊക്കെ ബനിയനൊക്കെ ഉണ്ടാക്കണ്ട. നല്ലോണം വിസർപ്പുണ്ട്. വെള്ളം മുഖമൊക്കെ കണ്ട ചൊക നാട്ടിരിക്കണേ എന്താ. ഇവളെന്നൊന്ന് നമുക്ക് കൈ വിട്ടിട്ടൊന്ന് പഠിപ്പിച്ചു നോക്കിയാലോ. അമ്മു ഞാൻ കൈ വിടൂട്ടോ. നീ സൂക്ഷിച്ച് ചവിട്ടണേ. ചവിട്ടടി. നിങ്ങളല്ലേ നിങ്ങൾക്ക് സൈക്കിളിൽ ചവിട്ട് പഠിക്കണ്ടോ? സൈക്കിള് ചവിട്ട്. ഒന്നുമില്ല, നീ ചവിട്ടിക്കോ. ചേട്ടൻ ബാക്കിലുണ്ടെന്ന് വിചാരിച്ചിട്ട് ചവിട്ടിക്കോ. ചേട്ടൻ വിടുന്നെങ്കിലും ചേട്ടൻ പിടിച്ചിട്ടുണ്ട് എന്റെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് ചവിട്ടാ. ചവിട്ട്. കണ്ടോ കൂട്ടുകാരെ, എന്റെ അനിയത്തി ഇപ്പോൾ ഈ മൈതാനത്തെ പുളകച്ചാർത്തണിഞ്ഞുകൊണ്ടാണ് ചവിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഇത് കാണുക. ഇത് ഇവളുടെ ഫൈനൽ റൗണ്ടാണ്. ഇത് ചുറ്റി വന്നിരിക്കുന്നു. ഇവൾ ഈ മൈതാനത്തിന്റെ മണൽത്തരികളിൽ പുളകച്ചാർത്തണിഞ്ഞുകൊണ്ട് ഈ മൈതാനത്തിൽ ഇവളാണ് ഒരു ദിവസം കൊണ്ട് സൈക്കിൾ ചവിട്ട് പഠിക്കുന്നത്. കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഇവളെ ഒറ്റയ്ക്കൊന്ന് സൈക്കിൾ ചവിട്ടാൻ പറഞ്ഞാലോ കൂട്ടുകാരെ. തിരിഞ്ഞു നിൽക്കടി. അല്ലെങ്കിൽ ചവിട്ടോ. ഞാൻ പിടിച്ചിട്ടില്ല കേട്ടോ. കണ്ടാ കൂട്ടുകാരെ, ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഇവളെ ഈ ചവിട്ട് പഠിച്ചിരിക്കുന്നത്. ഇനി ആരും ഈ മൈതാനത്തിൽ വന്നിട്ട് ഒരു ദിവസം കൊണ്ട് പഠിച്ചിട്ടില്ല. ഇവൾ ഞങ്ങളെ ചങ്കുറ്റം അഭിമാനമാണ്. ഇവൾ ഞങ്ങളുടെ അഭിമാനം, ഈ നാടിന്റെ അഭിമാനമാണ്. ഞാൻ സൈക്കിൾ ചവിട്ടാൻ പഠിച്ച എൻ്റെ അനിയത്തി.
ചേച്ചിയോട് നമ്മൾക്കും എല്ലാവർക്കും ചോദിക്കാനുള്ളത് ഒരേ ഒരു ചോദ്യമോ, ഇവൾക്ക് സൈക്കിൾ ചവിട്ടോ തന്നിക്ക് പഠിക്കുമ്പോൾ ഉണ്ടായ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അവളുടെ മനസ്സിനുണ്ടായിരുന്ന ഒരു സംഭവം എന്താണെന്ന് അവളോട് നേരിട്ട് തന്നെ നമുക്ക് ചോദിക്കാം. എന്തായിരുന്നു നീ ചവിട്ടുമ്പോഴുള്ള നിന്റെ മാനസികാവസ്ഥ? എന്റെ മനസ്സിലിങ്ങനെ അങ്ങനെ നെഞ്ചിലിങ്ങനെ ഇടിച്ചു. അപ്പൊ എനിക്ക് പേടി. ചേട്ട നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഞാൻ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്റെ മനസ്സിൽ ഓർത്തിട്ട് ഞാൻ ചവിട്ടി. എന്നാലും ഞാൻ പഠിച്ചില്ലേ ചേട്ടാ. കൂട്ടുകാരെ, നമ്മൾ ഇവളുടെ വാക്കുകൾ കേട്ടില്ലേ? ഇവളും അത് തന്നെയാണ് പറയുന്നത്. ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം തന്നെ ഇവള് പറഞ്ഞിരിക്കുന്നു. ഇന്ന് പുതുപുത്തൻ വീഡിയോയുമായി അടുത്ത പ്രാവശ്യം നമുക്ക് കാണാം. ഓക്കെ, ബൈ. അതിനേക്കാൾ മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക്, കമന്റ്, ഷെയർ ഇതൊക്കെ ചെയ്യണേ. അതൊന്നും മറക്കല്ലേ. പോയി വന്നു. ബൈ ബൈ.